ചങ്കിൽ പട്ടാങ്ങയായ സ്നേഹമുണ്ടായിരുന്നതുകൊണ്ട് അവളുടെ ചങ്കിന് വലിപ്പക്കൂടുതലുണ്ടായിരുന്നു. ധ്യാനത്തിലൂടെ ചേർന്നിരിക്കുന്നതിനെ കർമ്മത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ അവൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. സഹോദരിമാർ പ്രേക്ഷിതവേലയൊക്കെ കഴിഞ്ഞ് മടുത്ത് വിഷമിച്ച് ക്ഷീണിച്ചു വരുമ്പോൾ ഒരു കപ്പ് ചൂട് കാപ്പി കൊടുത്തിട്ട് അവരോട് കാണിച്ച ആ കരുതൽ, അതായിരുന്നു. ആരൊക്കെയോ അവളുടെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നു, നീയും പോയി അതുപോലെ ചെയ്യാൻ. കാരണം സക്രാരിവാസനായ ഈശോയുടെ അടുത്തിരുന്നപ്പോൾ അവൾ കേട്ടത് ഈ ധ്യാനത്തിലൂടെ ഒട്ടിയിരിക്കൽ കർമ്മത്തിലൂടെ പരന്നൊഴുകാനുള്ള ഒരു ജീവിത നിയോഗമാണെന്നുള്ള തിരിച്ചറിവായിരുന്നു. അതുകൊണ്ടാണ് ജീവിച്ചിരുന്നവരും മരിച്ചവർ പോലും വന്ന് അവളോട് പ്രാർത്ഥന യാചിച്ചിരുന്നു എന്ന് പറയുക. എന്തൊരഴകാണ് ഈ ആത്മാവിന്! ദിവ്യകാരുണ്യത്തിൻ്റെ യാവനം അതാഹരിച്ചുകൊണ്ട് കുർബാനയായി ഇങ്ങനെ പെയ്ത് പ്രശോഭിച്ചു നിൽക്കുന്ന ഈ ആത്മാവിൻ്റെ അഴക് അവർണ്ണനീയമാണ്.